നമസ്കാരം. ട്രംപിന്റെ ഒരു മോളലിന് പോലും ലോകാവസാനത്തിന്റെ ആഴമുണ്ട്. ഇറാനെ ആക്രമിക്കാൻ ഇനി ശേഷിക്കുന്നത് യുഎസിന് ട്രംപിന്റെ ഒരു യെസ് മാത്രം. യുഎസ് സൈന്യം ഈ വാരാന്ത്യത്തോടെ ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകളെല്ലാം പുറത്തുവരുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈ വാരാന്ത്യത്തോടെ ഇറാനെതിരെ സൈനിക നടപടി ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗത്ത് വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അന്തിമാനുമതി നൽകിയിട്ടില്ല എന്നത് അവസ്ഥയുടെ അനിശ്ചിതത്വം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഇതിനിടെ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ വൻ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തിയിരിക്കുന്നു. യുദ്ധക്കപ്പലുകൾ, ആധുനിക ഫൈറ്റർ ജെറ്റുകൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയവ മേഖലയിലേക്ക് നീക്കിയതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് വെറും സമ്മർദ്ദ നയമോ അതോ ദീർഘകാല സൈനിക സംഘർഷത്തിനുള്ള മുന്നൊരുക്കമോ എന്നതാണ് ലോകം ചോദിക്കുന്ന പ്രധാന ചോദ്യം. പശ്ചിമേഷ്യ ചരിത്രപരമായി സംഘർഷങ്ങളുടെ കേന്ദ്രമായി നിലകൊണ്ട പ്രദേശമാണ്. ഊർജ്ജ സമ്പത്തുകൾ, മതപരമായ സംഘർഷങ്ങൾ, ഭൂപ്രദേശാധിപത്യ തർക്കങ്ങൾ, അന്താരാഷ്ട്ര ശക്തികളുടെ ഇടപെടലുകൾ എന്നിവ ഈ മേഖലയെ എപ്പോഴും അസ്ഥിരമാക്കി. ഇത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും നേരിട്ട് ഏറ്റുമുട്ടുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രാദേശിക അതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല. ആഗോള എണ്ണ വിപണി, വ്യാപാര ബന്ധങ്ങൾ, സാമ്പത്തിക വ്യവസ്ഥ, മനുഷ്യാവകാശ അവസ്ഥ, അഭയാർത്ഥി പ്രശ്നങ്ങൾ എന്നിവയെല്ലാം അതീവ ഗുരുതരമായി ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. യുദ്ധത്തിന്റെ ഭീകരത ഒരു രാജ്യത്തിന്റെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് മനുഷ്യരുടെ ജീവിതങ്ങളെയും സ്വപ്നങ്ങളെയും ഭാവിയെയും പോലും തകർക്കുന്ന മഹാ ദുരന്തമാണ്. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ലോകം നീങ്ങുകയാണോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ ശക്തമാവുകയാണ്. റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് യുഎസ് കമാൻഡർ ഇൻ ചീഫ് സൈനിക നടപടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദിക്കുകയും ഉപദേശകരോടും സഖ്യകക്ഷികളോടും ഏറ്റവും നല്ല നടപടി ഏതാണെന്ന് ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇറാനിൽ ആക്രമണത്തിന് ഉത്തരവിട്ട ട്രംപ് 2018 റദ്ദാക്കിയ ആണവ കരാറിന് ബദൽ കണ്ടെത്താൻ നിലവിലുള്ള ചർച്ചകൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ കൂടുതൽ സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് ഇറാനെ ഭീഷണിപ്പെടുത്തി. നിലവിൽ പശ്ചിമേഷ്യയിൽ 13 യുഎസ് യുദ്ധക്കപ്പലുകളുണ്ട്. ഒരു വിമാനവാഹിനി കപ്പൽ, USS എബ്രഹാം ലിങ്കൺ, 9 ഡിസ്ട്രോയറുകൾ, 3 ലിറ്ററൽ കോമ്പാക്ട് ഷിപ്പുകൾ, കൂടാതെ ഇതിലധികം സന്നാഹം ഉടനെത്തുമെന്ന് ഒരു US ഉദ്യോഗസ്ഥൻ തന്നെ പുറത്തറിയിച്ചിട്ടുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോൾ ട്രംപിന്റെ ഉത്തരവ് പ്രകാരം ഈ മാസം ആദ്യം കരീബിയൻ കടലിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇതിനൊപ്പം 3 ഡിസ്ട്രോയറുകളുമുണ്ട്. ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ വഹിക്കുകയും ആയിരക്കണക്കിന് നാവികർ ഉള്ളതുമായ US വിമാനവാഹിനി കപ്പലുകൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നത് അപൂർവമാണ്. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ ഇറാനെതിരെ 12 ദിവസത്തെ ആക്രമണം നടത്തിയപ്പോൾ ഈ മേഖലയിൽ യുഎസിന്റെ 2 വലിയ യുദ്ധക്കപ്പലുകൾ ഉണ്ടായിരുന്നു. എക്സ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റ് ആയ ഫ്ലൈറ്റ് റഡാർ 24 എന്നിവയിലെ വിവരങ്ങൾ അനുസരിച്ച് ട്രംപ് വലിയൊരു ശ്രേണി വിമാനങ്ങളും അയച്ചിട്ടുണ്ട്. F-22 റാപ്റ്റർ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ, F-15 AF-16 യുദ്ധവിമാനങ്ങൾ, KC-135 എയർ റിഫ്യൂലിംഗ് വിമാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. യുഎസും ഇറാനും തമ്മിലുള്ള ദീർഘകാല ആണവ തർക്കം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇരു രാജ്യങ്ങളും മാസങ്ങളായ ആണവ കരാറിനെ കുറിച്ച് ചർച്ചകൾ നടത്തിവരും. US സൈനിക ഇടപെടൽ ഒഴിവാക്കുന്നതിനായി ചൊവ്വാഴ്ച ജനീവയിൽ US ഇറാൻ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി. കരാറിന്റെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. വിഷയത്തിൽ ചെറിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് തന്നെ ബുധനാഴ്ച വ്യക്തമാക്കുകയും ചെയ്തു. പുതിയ ആണവ കരാർ വേണമെന്ന് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ഭരണകൂടം മാറണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഏതൊരു പുതിയ സൈനിക നടപടിയും ആണവ ലക്ഷ്യങ്ങൾക്കപ്പുറം കടന്നു പോകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ മാസം ആക്രമണത്തിന് ഉത്തരവിടുന്നതിൽ നിന്ന് ട്രംപ് പിന്മാറി. യുഎസിന്റെ സമ്മർദ്ദത്തിൽ ടെഹ്റാൻ 800-ലധികം വധശിക്ഷകൾ നിർത്തിവെച്ചതായി അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതിനുശേഷം ഇറാനെതിരെ വീണ്ടും ഭീഷണി ഉയർത്തി. കരാർ വേഗത്തിൽ പ്രായോഗികമായില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് സൂചന നൽകി കഴിഞ്ഞു. ഇതുവരെ ഒരു കരാർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യാതൊരു സൂചനയും ലഭ്യമല്ല. എന്നാൽ യുദ്ധത്തിന്റെ സൂചനകൾ ശക്തമായി കൊണ്ടിരിക്കുകയുമാണ്. നിലവിലെ എണ്ണ വിപണിയും ട്രംപിന് ഇറാനെ ആക്രമിക്കാൻ അവസരം നൽകും. ഒരാക്രമണം നടന്നാൽ എണ്ണവില വർദ്ധിക്കും. ഇറാനിയൻ കയറ്റുമതി മാത്രം തടസ്സപ്പെട്ടാൽ പോലും വില വർധനവ് പരിമിതമായിരിക്കുമെന്ന് ആക്സിയോസിസ് റിപ്പോർട്ട് ചെയ്തു. ആയത്തുള്ള സയ്യിദ് അലി ഖമേനി നയിക്കുന്ന ഇറാനിയൻ ഭരണകൂടത്തിന്റെ ദൗർബല്യം ട്രംപിനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഭരണകൂടത്തിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളും കഴിഞ്ഞ വർഷത്തെ ഇസ്രായേലി US ആക്രമണങ്ങളും രാജ്യത്തിന്മേലുള്ള ഭരണകൂടത്തിന്റെ പിടിയിൽ അയവ് വരുത്തിയിട്ടുണ്ട്. ഒരാക്രമണം ഉണ്ടായാൽ ഇറാൻ തീർച്ചയായും തിരിച്ചടിക്കുമെങ്കിലും ഇപ്പോഴുള്ള തിരിച്ചടി 1-2 വർഷങ്ങൾക്ക് ശേഷമുള്ളതിനേക്കാൾ പരിമിതമായിരിക്കുമെന്നാണ് ഇസ്രായേലി US ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സാധ്യതാപരമായ യുദ്ധം വെറും 2 രാജ്യങ്ങളുടെ ഏറ്റുമുട്ടലായി മാത്രം കാണാൻ കഴിയില്ല. അത് ആഗോള ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കാവുന്ന ഒരു സംഭവമായി മാറാനുള്ള സാധ്യതകളാണ് യാഥാർത്ഥ്യം.
പശ്ചിമേഷ്യയിലെ സൈനിക സാന്നിധ്യ വർധനവും നയതന്ത്ര പരാജയവും ചേർന്നാൽ സ്ഥിതി നിയന്ത്രണാതീതമാകാനിടയുണ്ട്. യുദ്ധം ആരംഭിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ അതിനെ അവസാനിപ്പിക്കുക അത്ര ലളിതമല്ല എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്.